ഓസ്ട്രേലിയക്കെതിരായ അഡ്ലെയ്ഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ദിനം ഓസ്ട്രേലിയൻ ആധിപത്യം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 180 പുറത്തായി 6 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് എറിഞ്ഞിട്ടത്. 42 റൺസെടുത്ത നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. രാഹുൽ 37ഉം ശുഭ്മാൻ ഗിൽ 31ഉം റൺസെടുത്തപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിരാശപ്പെടുത്തി. ടോസിലെ ഭാഗ്യത്തിന് പിന്നാലെ ക്രീസിലിറങ്ങിയ ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ ഞെട്ടി. മിച്ചൽ സ്റ്റാർക്കിന്റെ സ്വിംഗിന് മുന്നിൽ മറുപടിയില്ലാതെ ജയ്സ്വാൾ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. പിന്നീട് ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്ത രാഹുലും ഗില്ലും ചേർന്ന് ഇന്ത്യയെ 50 കടത്തി. ഓസീസ് ബൌളർമാരുടെ പ്രതീക്ഷകൾ മങ്ങുന്നതിനിടെ മിച്ചൽ സ്റ്റാർക്കിനെ പന്തേൽപ്പിക്കാനുള്ള ഓസീസ് നായകൻ പാറ്റ് കമിൻസിന്റെ തീരുമാനം ഫലം കണ്ടു. 37 റൺസെടുത്ത് നിലയുറപ്പിച്ചെന്നു കരുതിയ രാഹുലിനെ സ്റ്റാർക്കിന്റെ പന്തിൽ സ്ലിപ്പിൽ നഥാൻ മക്സ്വീനി പിടികൂടി. പിന്നാലെ ക്രീസിലെത്തി വിരാട് കോഹ്ലി ആത്മവിശ്വാസത്തോടെ തുടങ്ങിയെങ്കിലും ഓഫ് സ്റ്റംപിന് പുറത്തുപോയ സ്റ്റാർക്കിന്റെ പന്തിൽ അനാവശ്യമായി ബാറ്റ് വെച്ച് സ്ലിപ്പിൽ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിലെത്തി. 8 പന്തിൽ 7 റൺസായിരുന്നു കോഹ്ലിയുടെ സംഭാവന. പിന്നാലെ ഒരറ്റത്ത് നിലയുറപ്പിച്ചെന്ന് കരുതിയ ശുഭ്മാൻ ഗില്ലിനെ 31 സ്കോർഡ് ബോളണ്ട് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയതോടെ ഇന്ത്യ 12 റൺസിനിടെ 3 വിക്കറ്റ് നഷ്ടമായി കൂട്ടത്തകർച്ചയിലായി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, 3 ഋഷഭ് പന്ത്, 21 എന്നിവർ നിരാശപ്പെടുത്തി. അശ്വിനും നിതീഷ് റെഡ്ഡിയും ചേർന്ന് സ്കോർ 150 അടുത്തെത്തിച്ചു. അശ്വിൻ 22ഉം അവസാനം പൊരുതി ഇന്ത്യയുടെ സ്കോർ 180 എത്തിച്ച നിതീഷ് 42 റൺസും എടുത്തു. ഓസ്ട്രേലിയക്കായി മിച്ചൽ സ്റ്റാർക്ക് 48 റൺസ് വഴങ്ങി 6 വിക്കറ്റ് എടുത്തപ്പോൾ സ്കോർഡ് ബോളണ്ടും പാറ്റ് കമിൻസും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഉസ്മാൻ ഖ്വാജയെ തുടക്കത്തിൽ നഷ്ടമായ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ലാബുഷാനെയും 20, മെക്സ്വീനിയും 38 പിടിച്ചുനിന്നു. ഒന്നാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ 1-86 റൺസ് എന്ന നിലയിലാണ്.